ഇതൊക്കെ കൈ പിടിച്ച് നിൽക്കുന്ന കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇന്നത്തെ പരിപാടി എന്താന്ന്. ഇന്ന് ഞാൻ ഇപ്പൊ നിൽക്കുന്നതേ നമ്മളെ ഗപ്പി വളർത്തുന്ന ടാങ്കിന്റെ അടുത്താട്ടോ. ഇന്നത്തെ പണി നമ്മളെ ഗപ്പിന്റെ ടാങ്കിലെ വെള്ളങ്ങളൊക്കെ ഒന്ന് മാറ്റി നിറയ്ക്കണം. പിന്നെ കുറേ ദിവസമായി നമ്മൾ ഗപ്പിനൊക്കെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ആദ്യം ഇങ്ങനെ മൂടി വെച്ച് ഓരോ മുടികളെടുത്ത് മാറ്റട്ടോ. കണ്ടില്ലേ, മഴ പെയ്തിട്ട് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു, ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ മഴ. അപ്പൊ മഴയും കൂടെ പെയ്തപ്പോൾ നമ്മുടെ വെള്ളത്തിന്റെ നിറം കുറച്ച് മാറിയിട്ടുണ്ട്. കണ്ടില്ലേ, ഗപ്പി ഒരു ഗപ്പി ചത്തുണ്ട്. നമുക്ക് മഴവെള്ളം തട്ടിക്കഴിഞ്ഞാൽ അപ്പം ഗപ്പികൾക്ക് ഇതുപോലെ വലിയ പ്രസവിക്കാനായൊരു പെൺഗപ്പിയാ, നല്ലൊരു ഫീമെയിലാ. ഈ ഒരു പ്രശ്നം വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ വെള്ളങ്ങളൊക്കെ ഒന്ന് മാറും. വെള്ളത്തിനൊക്കെ ഒരു നിറവ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് ഇതിന്റെ കുറേ ദിവസം മാവിന്റെ ഇല കൊഴിയുന്നതിന് ഇപ്പൊ മാങ്ങ ആയപ്പോൾ പഴുത്ത മാങ്ങ ഇങ്ങനെ ഇതിലോട്ട് വീഴുന്നുണ്ട്. അപ്പൊ അതൊക്കെ വരുമ്പോൾ വെള്ളം ഇങ്ങനെ മാറും. ഇതാ ഇപ്പുറത്തും എല്ലാത്തിലും മാറ്റണം. ഗപ്പി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് മെയിൽ കുറവായിരുന്നു, അപ്പൊ ഇതാ നല്ല മെയിലുകളുണ്ട്. ഇതൊക്കെ കാണുന്നുണ്ടോ? കറക്റ്റ് കാണുന്നത് നമുക്ക് വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്താൽ തന്നെ കറക്റ്റ് അറിയാം അല്ലേ. പുതിയൊരു വെറൈറ്റി ആട്ടോ ഈ ടാങ്കിൽ. ഇപ്പുറത്ത് ഇതാ കാണിച്ചത്. ഇത് നമ്മളിപ്പോ ലാസ്റ്റ് കൊടുക്കുന്ന വെറൈറ്റിയാ. നമ്മുടെ അടുത്ത് ഇല്ലാത്തൊരു ബ്രീഡാണ്. മറ്റേയൊക്കെ മിക്സഡ് ആണ്. ഇത് നമ്മൾ ഒരു ബ്രീഡ് തന്നെ കറക്റ്റ് ഈ ടാങ്കിൽ മാത്രം സെറ്റ് ചെയ്താ. റെഡ് ടെക്സിലോ കോയില്ലത്. പുതിയ ബ്രീഡ് റിച്ചു ആണ് കേട്ടോ നമുക്ക് കൊണ്ടു തന്നത്. റിച്ച് 2 മെയിൽ ഒരു പേര് കൊണ്ട് തന്നിട്ട് നമുക്ക് സെറ്റാക്കി എടുത്ത് നല്ല അടിപൊളി ഗപ്പി. ഇന്നിപ്പോ റിച്ചുവിനും കൂടെ കൂട്ടിയോണ്ട് വേഗം വെള്ളം മാറ്റാനൊക്കെ ഒരാളും കൂടെ വേണം. റിച്ചൊക്കെ ഇങ്ങനെ ലീവിന് വരുമ്പോഴല്ലേ നമുക്ക് ഇതൊക്കെ സെറ്റാക്കാൻ പറ്റുള്ളൂ. ഇനിതാ ഇതിലുണ്ട്. ഇതിലും ഉണ്ട് കേട്ടോ, ഗപ്പികൾ ചത്തിട്ടുണ്ട്. ഇതാണ് മഴവെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഒന്നില്ല നമ്മൾ പെട്ടെന്ന് വെള്ളത്തിന്റെ ലെവലൊന്ന് മാറ്റി കൊടുക്കണം. നിലവിലുള്ള വെള്ളം വറ്റിച്ചിട്ടുണ്ട്. അതൊക്കെ ചത്തുവിന് ചെറുതായിട്ട്. ഇതിൽ പിന്നെ മെയിലും ഫീമെയിലും ഒരു കറക്റ്റ് ലെവല, കൂടുതലായിട്ടൊന്നും കാണുന്നില്ല. സ്കൂളൊക്കെ പൂട്ടിയാണ് കേട്ടോ റിച്ചു വന്നത്. റിച്ചുവിന് നമ്മളെ ബി എം മോളെ പോലെ തന്നെയാണ്. ഇതിനൊക്കെ നല്ല ക്രൈസാ. അങ്ങനെ കിട്ടുന്ന ഗപ്പികളൊക്കെ പേരൊക്കെ നമുക്ക് കൊണ്ടുതരും. ഇവിടുന്ന് കൊണ്ടുപോകാൻ ചെയ്യട്ടോ. കുഞ്ഞാത്താന്റെ മോനാണ് റിച്ചു. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മള് വീഡിയോയിൽ ഇങ്ങനെ കാണാം. ഇപ്പൊ സ്കൂൾ പൂട്ടിയതുകൊണ്ട് ഒരു വന്നതാട്ടോ. ഒരാഴ്ചയും കൂടെ ഒരാഴ്ചയിൽ വന്നിട്ട് ഇപ്പോ അപ്പൊ ഇതിൽ കണ്ടോ, ഇതിൽ വെള്ളത്തിന്റെ ലെവലും കുറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളെ ഈ ടാങ്കിന് ലീക്ക് ഉണ്ടാവും. വെള്ളം നിറച്ചു വെക്കണം. ഈ കാണുന്ന ഗപ്പികൾ വലിയ ഭംഗി ഉണ്ടാവില്ല. നമ്മൾ കൊതുകിനായിട്ട് ഇതാണ് നമുക്ക് ഡിമാൻഡ് കൂടുതൽ. ഹെൽത്ത് നിന്ന് എല്ലാവരും ഇങ്ങോട്ട് വിടും. ഇവിടെ വന്നാൽ ഗപ്പിനെ കിട്ടും. ഈ കൊതുക് ശല്യം ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ ബേസലിനും ഇതിലൊക്കെ ആക്കി വെച്ചാൽ വേഗം കൊതുകൊക്കെ അതിൽ പോയി മുട്ടിട്ട് വേഗം കൊതുക് തീർന്നോളും. അപ്പൊ ഇത് ഇവിടെ കുട്ടികളൊക്കെ തോട് ഗപ്പി എന്ന് പറയും. ഇതിലെ മെയിലിനെ കണ്ടാൽ ഒരു വയറിന്റെ ഭാഗത്ത് മാത്രമേ പുള്ളിയില്ല അല്ലെ, വാലുണ്ടാവില്ല. ഞാൻ കോരി കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സെക്ഷൻ ആട്ടോ ഇത്. പിന്നെ നമുക്ക് വേഗം എന്ത് ചെയ്യാം, മുഴുവൻ വെള്ളം വറ്റിക്കൂല. വെള്ളം വറ്റിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് സൈഫൺ കേട്ടോ. സൈഫൺ വെച്ചാൽ സൈഫണിന്റെ ഇവിടെ എൻഡിൽ നെറ്റ് ഉണ്ടാവും. ചെറിയ ഗപ്പിയൊക്കെ പോകും, വലുതൊന്നും അങ്ങനെ പോലെ അധികം വെള്ളം വറ്റിക്കൂല നമ്മള്. പിന്നെ ഇതിൽ കാണുന്ന ഇലകളൊക്കെ എടുക്കണം. നമുക്ക് അങ്ങോട്ടൊക്കെ ലറിച്ചോ ഒരു ഒഴിവിൽ വെച്ചിട്ട് സൈഫൺ ഇങ്ങനെ നെക്കി അങ്ങോട്ട് വിട്ടാൽ ഇതുപോലെ വെള്ളം പോകും. കുറച്ച് ലെവൽ താത്ത നമുക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട് മീനുകളൊക്കെ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ വെള്ളം ഇളക്കുന്ന സമയത്തൊന്നും കറക്റ്റായിട്ട് കാണൂല. ഇതുപോലെ ഇലകളുമുണ്ട്. കുറച്ച് മാവിൻ്റെ ഇലയൊക്കെ എടുത്തോ. കാണുന്നൊക്കെ ഒരു പായലുണ്ട് കേട്ടോ. അത് വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇത് കൂടിയാലും പ്രശ്നമാണ്. കുറച്ചൊക്കെ നല്ലതാണ്. ഈ കുഞ്ഞുങ്ങളാവുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒളി കിട്ടും. നല്ല ഗപ്പികൾ തമ്മിൽ കഴിക്കൂല. കിട്ടുന്ന ഇലകൾ എടുത്തോട്ടോ. ഞാൻ മറ്റിലൊക്കെ സൈഫൺ നോക്കട്ടെ. നമുക്ക് ഒരേ സമയം എല്ലാത്തിലും ഇങ്ങനെ സൈഫൺ വെച്ച് കൊടുത്താൽ വെള്ളത്തിന്റെ ലെവൽ വേഗം കുറഞ്ഞു കിട്ടിക്കോളും. വെള്ളം പിന്നെ ഇവിടെ കാപ്പിച്ചെടിക്കൊക്കെ വളമായിക്കോളും. നല്ല മീനിന്റെ ടാങ്കിലെ വെള്ളമല്ലേ. ഈ മീൻ എന്തായാലും നല്ല സെറ്റായിട്ടാണ് നമ്മൾ കുറച്ച് കൊടുക്കുന്നത്. ഇതിന് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. നമ്മൾ കുറച്ചായിട്ട് കൊടുക്കാന്ന് വെച്ചിട്ടാ. ഇനിയിപ്പോൾ ഏകദേശം ആയിതാ, ചെറിയ കുഞ്ഞുങ്ങളും വലുതൊക്കെ ആയി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഇട്ട പേരിനെ കാണില്ല, അത്യാവശ്യം വലുപ്പമായി. ഇന്ന് ബ്രീഡായിട്ട് ആയതാട്ടത്. നല്ല ഭംഗിയത്. അപ്പൊ ഇതിൽ നമ്മൾ മിക്സ് ചെയ്യുന്നില്ല. നമ്മൾ ഈ ബ്രീഡ് മാത്രം ആക്കിയിട്ട് ഇതിലിട്ടതാണ്. ഇതിലൊക്കെ മിക്സഡാ. നമുക്ക് ഇഷ്ടം. ഇതിലുള്ള മെയിലും ഒക്കെ ഇഷ്ടം. നല്ല അടിപൊളി മെയിലായിട്ടുണ്ട്. നമുക്ക് ബ്രീഡ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഇതുപോലെ നല്ല ബ്രീഡുകളെ ക്രോസ് ബ്രീഡ് ആക്കിയിട്ട് മിക്സഡ് ഗപ്പി ചെയ്യാനുള്ളത്. എല്ലാവർക്കും ഇപ്പോൾ ഭംഗി മതി. ബ്രീഡായിട്ട് അത്ര താല്പര്യമുള്ള ആളുകൾ മാത്രം വാങ്ങിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് ടാങ്കിലിടലും പിന്നെ ബ്രീഡാകുമ്പോൾ നമുക്ക് വില കൂടുതൽ വാങ്ങിക്കേണ്ടി വരും. ഇതാകുമ്പോൾ മിക്സഡ് ആകുമ്പോൾ നമുക്ക് ഭംഗിയും ഉണ്ടാവും,
വാങ്ങിക്കുന്നവർക്ക് അധികം വിലയാവില്ല, വില കുറച്ച് കൊടുക്കാം. ഒരു സീസണല്ല റിച്ചോ, എത്ര ആളെ ഡെയിലി മീൻ വാങ്ങും, ഗപ്പി വാങ്ങും. ഗപ്പി കുറെ കൊടുത്തിട്ടോ, ഗപ്പി വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളൊക്കെ ക്യൂ ആണ് ഗപ്പിക്ക്. കുറെ ആളിപ്പോ വന്നിട്ടുണ്ട്. ഇന്നലെയും വിളിച്ചു, അപ്പൊ ഞാൻ പറഞ്ഞു ക്ലീൻ ചെയ്ത് നമുക്ക് നോക്കണം, എന്താ പറയുക ഗപ്പികൾ എത്ര സെറ്റ് ആയത് ഡെത്ത് കാര്യങ്ങളൊക്കെ നോക്കി ക്ലിയർ ആക്കിയിട്ട് ഞാൻ പറഞ്ഞു ഒരു 2 ദിവസം സമയം തരണം, ഇനി ഗപ്പി കൊടുക്കൽ നിർത്തി വെച്ച് പറഞ്ഞു. ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് നോക്കാം. ആ നെറ്റ് എടുത്തിട്ട് ചത്തതൊക്കെ ഉണ്ടെങ്കിൽ കോരി എടുക്കും. എന്തായാലും അതിലൊക്കെ ഉണ്ട്, ഇതിന്റെ അടിഭാഗത്ത് നോക്ക്, ഇതൊക്കെ കോരി എടുക്കും നെറ്റ് എടുത്തിട്ട്. ഞാൻ മുകളിലുള്ളതാണ് കൈയിട്ട് എടുത്ത് കളഞ്ഞ് ഇവിടെ കിടക്കുന്നുണ്ടോ, കലക്കാതെ എടുത്തോ, അങ്ങനെയാണ് കാണാം. ഇതൊക്കെ ഈ ടെമ്പറേച്ചറൊക്കെ മാറും, മഴ പെയ്യുമ്പോൾ ടെമ്പറേച്ചറും pH യിലൊക്കെ മാറ്റം വരും. കിട്ടിയോ? കളി കൂട്ടുകളെ. മൊത്തത്തിൽ ഇവിടെ വെള്ളം ആവട്ടോ ഇനി. അത്യാവശ്യം ഉണ്ട്, നല്ല സ്പീഡിൽ തന്നെ വെള്ളം പോകുന്നുണ്ട്. വേറെ നമ്മളിന്ന് മൂടി വെക്കുന്നോണ്ട് ചണ്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇടയ്ക്ക് ഒരു ഇല ഗ്യാപ്പിലൂടെ വീഴുന്ന കേട്ടോ. മാങ്ങ ഉണ്ടായിരുന്നു, മാങ്ങ രാവിലെയൊക്കെ ഉമ്മ കാണുന്നൊക്കെ പെറുക്കി കളി. രാവിലെ എന്തായാലും നമ്മൾ മാങ്ങ പെറുക്കാൻ വരും. ഇവിടെ ഒന്നും മാങ്ങ കാണൂല, മോൾ ഭാഗത്ത് നല്ല മാങ്ങ ഉണ്ട്, താഴൊന്നും പിടിച്ചിട്ടില്ല. അത്യാവശ്യം നല്ല പഴുത്തിട്ടുണ്ട് മാങ്ങ. അപ്പൊ മാങ്ങ പൂവിന്റെ പ്രശ്നമില്ല ആദ്യം, മാങ്ങ പൂത്ത സമയത്ത്. അപ്പൊ പിന്നെ നമ്മൾ വെള്ളം മാറ്റിയിട്ട് കാര്യമില്ല, വേഗം വെള്ളത്തിൽ നിറം മാറും. അപ്പൊ പിന്നെ മാങ്ങ ആയപ്പോഴും പ്രശ്നമായി, പഴുത്തത് ഉണ്ട്. അപ്പൊ അത് 2 ആള് വന്നിരിക്കുന്നു ഇവിടെ. നമ്മളെങ്ങനെ ടാങ്കിൽ വെള്ളം കുറയ്ക്കുന്ന അറിഞ്ഞതാണ്. എന്നിട്ട് ഇതിന് ഈ സൈഫണിന്റെ ഉള്ളിൽ കൂടെ ചെറിയ മീൻ പോവും, അത് ഒന്നിനെ പിടിക്കാൻ 2 ആളും കൂടെ അടിയാ. ഇപ്പൊ കിട്ടിയ ബിയ അടി കൂടാതെ കിട്ടുന്നതിന് 2 ആൾ പിടിച്ചിരുന്നു കേട്ടോ. ഒരു മീനിന് വേണ്ടി 2 ആൾ അടി. സംഭവം ഇപ്പൊ ഇവിടെ ക്യാമറ ഇങ്ങോട്ടും കൂടെ വെക്കണം. നമ്മളെ വീട്ടിലെല്ലാത്തും ക്യാമറ ഉണ്ട്, ഇങ്ങോട്ടില്ല. ഇവിടെ ക്യാമറ വെക്കേണ്ടിയിരുന്നു തോന്നുന്നു. മാങ്ങ പെറുക്കട്ടെ ഇഷ്ടം പോലെ കുട്ടികൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതേമാതിരിയൊക്കെ മാങ്ങയൊക്കെ പെറുക്കി നടന്നുകൊണ്ട് ആരോട് മാങ്ങ പെറുക്കണ്ട അറിയില്ല. പക്ഷെ പെറുക്കുന്ന കൂട്ടത്തിൽ മീനും പൊക്കി പോകുന്നൊരു പേടിയുണ്ട്. എന്ന് വെച്ചാൽ ഗപ്പി ഫുള്ള് മുകളിലാണ്. എല്ലാവർക്കും വന്നിട്ടൊന്ന് പൊന്തിച്ച് നോക്കണം, നമ്മളെ മൂടി ഒന്ന് പൊന്തിച്ച് നോക്കും. അപ്പൊ ഇന്നലെ കുറെ കുട്ടികൾ ആശിക്കൊക്കെ കുറെ ഗപ്പി ഉണ്ട്. ഞാൻ വെച്ചാൽ എവിടെയെന്ന് ചോദിച്ചു, അല്ല നമ്മളെ കുളത്തിൽ ഇവിടെ ഗപ്പി ഉണ്ടെന്ന് അറിയുന്നത്. അപ്പൊ ബിയാ മാങ്ങ പെറുക്കാൻ വരുമ്പോ എല്ലാരും ഒന്ന് വാച്ച് ചെയ്യണം കേട്ടോ, എന്ത് ഗപ്പിനെ പിടിക്കണ്ടോന്ന്. ഗപ്പിനെ പിടിച്ച ഉപ്പച്ചിനോട് പറയുന്ന പറഞ്ഞ കേട്ടോ. അതപ്പോ മാങ്ങ കിട്ടിയോ? നല്ല വഴുത്ത മാങ്ങ പിടിച്ചത് കഴിക്കടാ, ക്യാച്ച്. പിന്നെ ഇത്രത്തോനെ സൈഫൺ നമുക്ക് കിട്ടിയത് നമ്മൾ കടയിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്ന കേട്ടോ. നമുക്ക് പെറ്റ് ഷോപ്പ് ഉണ്ട്, അപ്പൊ അവിടെ നമ്മള് കൊടുക്കാനായിട്ട് കൊണ്ടുവരുന്നത് നമ്മൾ ആവശ്യത്തിനുള്ള ഇങ്ങനെ എടുത്തു വരുന്ന കേട്ടോ. സൈഫൺ നമ്മൾ കൊടുക്കുന്നത് 100 രൂപയ്ക്ക് കേട്ടോ. അങ്ങനത്തെ സൈഫണ് പക്ഷെ നല്ല ഉപകാരം. അക്വേറിയത്തിൽ നിന്നൊക്കെ വെള്ളം വലിക്കാനാണ് ഞങ്ങൾ അധികം ഉപയോഗിക്കുന്നത്. ഇവിടെ പിന്നെ ഇങ്ങനത്തെ ടാങ്കിൽ നിന്നും വലിക്കും, ഒരുവിധം താഴെ വരെ വെള്ളം വലിയും. എന്തായാലും കുറച്ച് സമയം എടുക്കും ഇതിങ്ങനെ സൈഫണിൽ വലിച്ചു പോകുന്നുണ്ട്. എടാ ഐസ് കൊണ്ട് പോണേ, നീ അതിപ്പ ചെയ്യുന്നുണ്ടേ. മാങ്ങ എന്തായാലും റിച്ച് കഴുകി കൊടുക്കുന്നുണ്ട്. നല്ല മധുരം വെച്ചിട്ടില്ല. അപ്പൊ ഇത് നാട്ടുമാങ്ങ അല്ല കേട്ടോ, ഒരു ക്രോസ് മാങ്ങയാണിത്. ഇത് നമ്മൾ അങ്ങനെ തൈ വെച്ചത് തന്നെയാണ്, പക്ഷെ വലിയ മാങ്ങയല്ല, ഇത്ര ഇതിലും കുറച്ചുകൂടെ വലുപ്പം വെക്കുള്ളൂ. എന്നാലും നമ്മളെ ഒറിജിനൽ നാട്ടുമാങ്ങ അല്ല, അത് വേറെ ഉണ്ട്. അതിന്റെ അടിയിൽ ഓരോരുത്തർക്ക് ടൈമാ. ഒരു ബാച്ച് കുട്ടികൾ വരുമ്പോൾ അവർക്ക് ഒരു അരമണിക്കൂർ കൊടുക്കും, അവരോട് പോയി കഴിഞ്ഞാൽ അടുത്ത ബാച്ച് അവരോട്, അങ്ങനെ ടൈമിനവിടെ ആൾ ക്യൂവാ. ഞങ്ങൾക്കുള്ള രാവിലെ ഞാൻ പെറുക്കും. ഞാൻ രാവിലെ കറവിന് പോകുമ്പോൾ നമ്മൾ തൊഴുത്തിന് അടുത്തായിട്ടാണ് മാങ്ങുള്ളത്. അപ്പൊ ഞമ്മക്കുള്ള ഞാൻ രാവിലെ തന്നെ പെറുക്കി വെക്കും. നിങ്ങൾക്ക് കൊതിയാണ്ടോ അല്ലേ? ഓ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് പുതിയ പുതിയ മാങ്ങനെ വീണോണ്ടേ നിൽക്കും. അതിന്റെ അടി ചെന്നോക്ക്, നീ മാങ്ങ എറിഞ്ഞോക്ക്. അതാ പെറുക്കി കൊണ്ടുവരുന്ന വിയ എഴുതണം കേട്ടോ. അതാ ഭയങ്കര മടിയാ. അതിന്റെ മുന്നേ നല്ല വർത്താനം. ഐസൂനും കിട്ടിയോ? ഏതാ ഐസൂന്റെ ഡ്രസ്സ്? ഐസല്ല സൂപ്പർ ഡ്രസ്സൊക്കെ ഇട്ടിടാ. വെള്ളം കുറച്ചപ്പോ മീനുകളതാ നല്ല കാണുന്നുണ്ട്. നല്ലൊരു ഫീമെയിൽ ഇതാട്ടോ, കിട്ടില്ല. താഴ്ത്തിയ വെള്ളം കലങ്ങും.
വലിയ ഫീമെയില് നമുക്ക് പോട്ടെ. എല്ലാരും കറക്റ്റായിട്ട് കാണാം. ഇഷ്ടം പോലെ മെയിലാട്ടോ, മെയിൽ കൂടുതലുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലോ ഇതിനെ കാണാൻ. പിടിക്കട്ടെ. ഇങ്ങനെ വെച്ചാൽ ഭംഗി കാണില്ല. ഇത് നമ്മള് ഗ്ലാസ്സിലും അക്വറത്തിലൊക്കെ ഇടണം, എന്നാലേ കറക്റ്റ് വരെ ഭംഗി അറിയുള്ളൂ. പൈപ്പ് അല്ല ഓണാക്ക്, വെള്ളം ഇതിൽ ഇറക്കി. അപ്പൊ നമ്മള് വെള്ളമൊക്കെ ഏകദേശം നിറച്ചു കഴിഞ്ഞ് ഇനി കുറച്ച് തീറ്റ ഇട്ട് കൊടുക്കാം. ഇവിടെ കുറച്ച് ഷെയ്ഡുള്ള സ്ഥലമായതുകൊണ്ട് വെള്ളം നല്ല ക്ലിയർ ഉണ്ട്, നല്ല മീനുകൾ അങ്ങനെ കാണില്ല. അപ്പൊ നമുക്ക് ഏതായാലും തീറ്റ കൊടുത്തിട്ടില്ലല്ലോ, കണ്ടോ വരുന്ന് ടെക്സിഡോ കോയി വെള്ളത്തിന് മുകളിൽ വരുന്നുണ്ട്. എനിക്ക് രാവിലെ അമ്മ കോഴിമുട്ടയുടെ കുഞ്ചി കൊടുക്കും കേട്ടോ, ഇന്ന് തീറ്റ കൊടുത്തു പോയി. അതെന്നും ഉമ്മ എന്തായാലും രാവിലെ കഴിക്കാനായിട്ട് മുട്ട പുഴുങ്ങുമ്പം ഒരു മുട്ട കുഞ്ചി നമ്മളെ ഗപ്പികൾക്കുള്ളതാ. ഇതില് നമ്മൾ കുറച്ചുകൂടെ വെള്ളം നിറയ്ക്കാനുണ്ട്. എല്ലാവരും ഈ വെള്ളത്തിന്റെ ഈ ഒഴുക്ക് വരുന്ന ഇങ്ങനെ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നതിൻ്റെ അടുത്ത് പോയി നിൽക്കുക. അവിടെ കയറി വരും, തിരിച്ചതുപോലെ ഇറങ്ങിപ്പോകും. അതുകൊണ്ട് അധികം ഫീഡ് നമ്മൾ വെള്ളമൊക്കെ അനങ്ങി കഴിഞ്ഞാൽ അങ്ങനെ ഫീഡ് കഴിക്കില്ല. അതുകൊണ്ട് ഇതിൽ അങ്ങനെ വരുന്നില്ല അല്ലേ, ഫീഡ് കഴിക്കാൻ വരുന്നില്ല, അവർ കളിക്കുക. ഇതപ്പുറത്ത് ഇങ്ങോട്ടൊക്കെ നല്ല തണൽ വന്നിട്ടോ. നമ്മളെ ടാങ്കുകളൊക്കെ ഉള്ളത് മാവിൻ്റെ അടിയിലായതുകൊണ്ട് കുറച്ച് തണലാണ്. എന്നാലും വെയിൽ തട്ടും. മീനുകളെ കറക്റ്റ് കാണണമെങ്കിൽ നല്ല വെയിൽ ഇങ്ങോട്ട് വരണം. അതിൽ വലിയ ഫീമെയിൽ ഉണ്ട്. ഇനി നമ്മൾ മഴയാകുമ്പോൾ ഈ ഒരു മാസം കൂടെ നമ്മൾ ഗപ്പികളെ കൂടുതൽ ടാങ്കിൽ നിർത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ റെയിൻ ഷെൽട്ടറിൻ്റെ ഉള്ളിൽ ടാർപോളിൻ ഷീറ്റ് വിരിച്ചിട്ട് അങ്ങോട്ട് മാറ്റിട്ടോ. മഴക്കാലത്ത് ഗപ്പികളൊക്കെ അധികവും ചത്തുപോകും. മഴവെള്ളം ഇങ്ങനെ വരുന്നതുകൊണ്ട് പി എച്ച് ഒക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായാലും ഗപ്പികൾ ചത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് നല്ല പേറുകൾ എടുത്തിട്ട് ടാർപോളിൻ ഷീറ്റ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വിരിക്കും. നമ്മൾ റെയിൻ ഷെൽട്ടറിൻ്റെ ഉള്ളിലും പോളിയോസിലും ചെറിയ ചെറിയ ഷീറ്റുകൾ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് മീനുകളൊന്നും ചത്തുപോകില്ല. നമുക്ക് പിന്നെ മഴക്കാലം കഴിയുന്നതോടുകൂടി നമ്മൾ തിരിച്ച് ഇതുപോലത്തെ ടാങ്കിൽ സെറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഗപ്പി ചെയ്യൽ. ഇപ്പം എല്ലാവരും തീറ്റ എടുക്കാൻ വന്നിട്ടോ. അപ്പം അങ്ങനെ ഗപ്പി വളർത്തുന്നതിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ മഴ കൊള്ളാത്ത ഭാഗത്തേക്ക് ഗപ്പികളെ മാറ്റണം. അപ്പം ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് ഫാമിൽ വരിക. അത്യാവശ്യം നല്ല ഗപ്പികൾ ഇപ്പോൾ കൊടുക്കാനുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫീമെയിൽ മാത്രമായിരുന്നു, മെയിൽ കുറവായിരുന്നു. ഇപ്പം നല്ല മെയിലും ഉണ്ട്. കുറേ ആൾ കുട്ടികളൊക്കെ വന്ന് വെക്കേഷൻ ആയിരുന്ന കുട്ടികളൊക്കെ ഒന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ നമ്മൾ അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ എന്തായാലും വന്നോളി, നല്ല അടിപൊളി ഗപ്പി കൊണ്ടുപോവാ. നമ്മൾ ഈ ഒരു മാസം വരെ എന്തായാലും ഗപ്പികൾ ഇഷ്ടം പോലെ കൊടുക്കും. എന്നിട്ട് ബാക്കി നമ്മൾ ഈ സ്റ്റോക്ക് ചെയ്യാനുള്ള ഗപ്പി മാത്രം നിർത്തുള്ളൂ.